ഗായ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അനേബിൾ ചെയ്യാത്തവർ ബെല്ലൈക്കൻ അനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ എന്നെ അറിയിക്കേണ്ടതാണ് ഗായ്സ്. ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ രാവിലെ തന്നെ ഇത് റിയാൻ ഉമറിനെ ഇന്ന് സ്കൂളിൽ കൊണ്ടുവിടണം. അതിൻ്റെ കൂടെ ആമിന റസ്ലി ഉണ്ട്. ആമിന ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ഗായ്സ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നമ്മളിപ്പോൾ മുരിങ്ങോടിയിൽ വെയിറ്റ് ചെയ്തിട്ടാണ്. ഒരാൾ വരാനുണ്ട്, അപ്പോൾ അയാളെയും വെയിറ്റ് ചെയ്തിട്ട് നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. അതന്നെ, ഒരാളല്ല, ഇവിടെ ഉമ്മാനെയും വെയിറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പക്ഷെങ്കിൽ കാണുന്നില്ല ആളെ, അല്ലേ? എല്ലാവരെയാണേ ഒരു 2 വാക്ക് പറയൂ. എല്ലാ ദിവസവും ഇവരെ കൊണ്ടാക്കാൻ പോകുന്ന വ്ളോഗാണ്, ഇതൊരു പൊട്ടണാണ് ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ മുരിങ്ങോടി ടൗണിലാണ് ഉള്ളത്. ബസ്സൊക്കെ പോകുന്നുണ്ട്. ഇത് കുടരാത്രിയാണ്, ഏതോ രാത്രി. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ മെയിൻ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പള്ളിയിൽ പോകണം. അതേപോലെ 2-3 വീഡിയോസ് വീട്ടിൽ നിന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്. പിന്നെ വേറെന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ടൗണിൽ പോകണം, പിന്നെ പെട്രോൾ അടിക്കാൻ വണ്ടിയിൽ. പിന്നെയുള്ള പരിപാടി ഒരു ചെക്കനെ ഓടിപ്പോയിട്ട് അവിടെ എത്തുമ്പോഴേക്കും ആ കുടജാത്രി ബസ് മിസ്സായി ഗായ്സ്. പാവം ചിരിക്കും നോക്ക് റാമി, നീ ചിരിച്ചൊന്നല്ല ഗായ്സ്. ഇവള് ചിരിക്കുവാണ് ചെയ്തത് അതോ കരയാണ് ചെയ്തത്? നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യണം ഗായ്സ്. റിയാന ഒരു 2 വാക്ക്, റിയാന ഒരു പാട്ട് പാടൂ. എടാ എനക്ക് വേണ്ടിട്ട് ഒരു പാട്ട് പാടി തടാ. നീ മറ്റേ ഡാപ്സിന്റെ പാട്ടല്ല ഇടക്കിടക്ക് പാടലില്ലേ? അത് നീ പാടലില്ല ഇടക്കിടക്ക്, നോട്ടിലല്ലേ ഇതിരി ഗായ്സ്. റിയാന് പൊടിമീശയൊക്കെ മുളിച്ചു തുടങ്ങി ഗായ്സ്. ഗായ്സ്, ഇവന്റെ സ്കൂളിലെ ക്യാരക്ടർ എങ്ങനെയാന്ന് ആരെങ്കിലും ഈ വ്ളോഗെല്ലാം കാണുവാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് തന്നെ അറിയിക്കണം ഗായ്സ്. നീ പാവല്ല, നീ പാവല്ലടാ അമ്മ. ഗായ്സ്, ഇവന്റെ ഉമ്മ എന്നാ വരാത്തത് നോക്കി നിൽക്കാണ്. പിന്നെ ഇന്ന് രാവിലെ ഞാൻ എണീച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ആമിനെ വിളിക്കും, സ്കൂളിൽ കൊണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ രാവിലത്തെ എൻ്റെ അലാറമാണ് ആമിന റസ്ലി, അല്ലെങ്കിൽ ഫാത്തിമ വരും, അല്ലെങ്കിൽ റിയാൻ വരും, ആരെങ്കിലും ആയിട്ട് ഒരാൾ വരും. പിന്നെന്താ, അപ്പം ഞാൻ എന്താക്കും, ജസ്റ്റ് ഒന്ന് ബ്രഷൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് വെള്ളവും കുടിച്ചിട്ട് നേരെ വണ്ടി എടുത്തിട്ട് ഇവരെ കൊണ്ടാക്കാൻ പോകും. അപ്പോൾ അങ്ങനെയുള്ള വ്ളോഗാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഡെയിലി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ ഷോർട്ട് ഞാൻ എടുത്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാം കൂടിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ബെല്ലൈക്കൻ അനേബിൾ ചെയ്യുക. പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ. അതേപോലെ തന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ എന്നെ അറിയിക്കേണ്ടതാണ്, എന്നാലും മാത്രമേ എനിക്കത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ ഇവരെ സ്കൂളിൽ കൊണ്ടുവിടാം. ലേറ്റായിട്ട് എത്തുന്ന ഫാത്തിമ ക്ലാസ്സിൽ ഓടുന്ന അസംബ്ലിക്ക് സ്കൂൾ ബസ്സിൽ നിന്ന് ലേറ്റായി. ഫാത്തിമ ഓടല്ലേ, നിക്ക് അസംബ്ലിയാ ഗായ്സ്. ഫാത്തിമാൻ്റെ സ്കൂൾ ബസ്സിൽ നിന്ന് മിസ്സായിട്ട് ഓളെ ഞാൻ വിളക്കോട് സ്കൂളിൽ കൊണ്ടാക്കാൻ വന്നിട്ടുള്ളത്. ഇനിയിപ്പം നേരെ വീട്ടിലേക്ക് പോകുക. അവളെ ക്ലാസ്സിലാക്കി നോക്കുമ്പോൾ അവൾക്ക് ഇന്ന് അസംബ്ലി ഉണ്ടായിരുന്നു. സ്കൂൾ ബസ് മിസ്സായതാണ്. അപ്പോൾ നമ്മൾ അവളെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ വീട്ടിലേക്ക് പോകണം ഗായ്സ്. നമ്മളിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് കണ്ടതാണ്, ഒരു ക്രെയിൻ മരം എടുക്കുന്നുണ്ട് ഗായ്സ്. പക്ഷേ അത് റോഡ് ബ്ലോക്ക് ആക്കിയിട്ടാണ്. പക്ഷേ ഇതിലൂടെ വലിയ വണ്ടിയൊന്നും പോകുന്നില്ല ഗായ്സ്. അത്യാവശ്യം ഇടയ്ക്ക് ഇതേപോലെ കാറോ എന്നെ പോലെ ഇതേപോലെ സ്കൂട്ടിയോ ഇതേപോലെ ലോറിയോ അങ്ങനെ വല്ലത് വരുത്തുള്ളൂ. ആ സൈഡിൽ നിന്ന് മരം എടുത്തിട്ട് ഈ സൈഡിലേക്കാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ആ ക്രെയിൻ എടുത്ത മരം ഒരാൾക്കെടുത്ത് പോക്കാനുള്ള മരമേ ഉള്ളൂ ഗായ്സ്. അങ്ങനെ നമ്മളിപ്പോൾ ഇതേ സ്ഥലം ആർല ഫാമോ ഗായ്സ്. ആർല ഫാമിൽ ഒരു കിഡ്ലൻ സ്പോട്ടാണ് ഗായ്സ്. ഇത് അങ്ങോട്ടേക്ക് നടന്നു പോകാനുള്ള ഒരു ബ്രിഡ്ജാണ്. നല്ല രസമുണ്ട് ഗായ്സ്. അവിടെ കാണുന്നത് ഒരു ചായക്കടയാണ് ഗായ്സ്. ഇത് കണിച്ചാർന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റും, അതേപോലെ മടപ്പുരച്ചാലിൽ ഇത് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നതാണ്. ഇത് അഭിരാമ കേട്ടോ. അഭിരാമ ഒരു ഹായ് പറഞ്ഞേ. ഹായ് ബ്രദേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട് ഗായ്സ്. കിടിലെ രസമുണ്ട്, നല്ല രസമുണ്ട് ഗായ്സ്. ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഉണ്ണിച്ചാ, ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്കുള്ളട്ടെ. നീ ഇതൊന്ന് പിടിച്ചേ നീ ഇത് പിടിക്കേ ഗായ്സ്. എന്ത് രസമായിരിക്കും. ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ചാടും, എനിക്ക് പേടിയൊന്നുമില്ല. ഓഹോ ഉത്തരവാദിത്വം ഒന്നും പറയണ്ട. നീ ഒരു റീൽ എടുക്കണേ. ഈ സ്ഥലത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ അണുങ്ങോട് എന്നാണ് ഗായ്സ്. ആർല അണുങ്ങോട് എന്നാണ് പറയുന്നത് ഗായ്സ്. ഇത് ഇപ്പോൾ നമ്മൾ ഫോറസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ കാടിൻ്റെ അകത്ത് താമസിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഗായ്സ്. അവർക്ക് ഇങ്ങോട്ടേക്ക് നടന്നു വരാനുള്ള ഒരു ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇവിടെ ഒരു ട്രാൻസ്ഫോമറൊക്കെ ഉണ്ട് ഗായ്സ്.
ഇവിടുത്തെ കുറിച്ചിന്റെ വഴിയൊന്നും അറിയില്ല. നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്കെല്ലാം ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഒരു മൈൻഡിൽ വന്നതാണ്. ആരാ ഇങ്ങോട്ട് വാ, കൊമ്പനെ കാണാനാ ഗായ്സ്. ഇവിടെ ആനയൊക്കെ ഉണ്ട് എന്നാണ് ഇവൻ പറയുന്നത്. വാവ് ഗായ്സ്, അതേ ഗായ്സ്, ഇവിടെ മറ്റേ ഇലക്ട്രിക് ലൈൻ ഉണ്ട്, ഷോക്ക് അടിക്കുന്നത്. കാണുന്ന ആ സാധനമാണ്, തൊടാൻ കഴിയില്ല. അഥവാ മേ ബി കറണ്ട് ഉണ്ടെങ്കിൽ സീനാവും. അതേപോലെ അവിടെ ഒരു കിണറുണ്ട്, പക്ഷേ ഈ ലൈനിന് അപ്പുറത്താണ് അതൊക്കെ. ഇല്ല കേട്ടോ ഗൈസ്, ഇതിന് കറണ്ടൊന്നും ഇപ്പം നിലവിലില്ല. എനിക്ക് തോന്നുന്നു ഒരു 6 മണിയാകുമ്പോഴാണ് തോന്നുന്നു ഇത് ഓണാവുന്നത്. എടാ നീ ആയിരുന്നു ഈ ടീഷർട്ട് എടുത്തേ, നല്ല രസമുണ്ടല്ലോ. ഡ്രിങ്ക് മീ നാം എന്തോ അതിന്റെ പേരെന്തോ ഉണ്ട്. ഗായ്സ്, ഈ ഒരു സൈഡിൽ ഇപ്പോൾ ഫോറസ്റ്റുകാരെ ഒരു ഇത് ഔട്ടേഴ്സ് കാണുന്നുണ്ട്. അവിടെ ആളുണ്ട് കേട്ടോ. നേരാണ് പോകേണ്ടത് ഗായ്സ്. ആ കാണുന്നത് ഫുൾ ആർല ഫാമാണ്. ടവറോ? ഓ ഗായ്സ്, ഇങ്ങനെ പോവാണ്. മൈനിനൊന്നും കാണണ്ട ബ്രോ, കുറച്ച് പേടിയാണ് സാധനത്തിനെ കാണണം. എടാ ഇങ്ങോട്ട് ക്യാമറയിൽ നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറ. എന്നാ വംശനാശിനി പക്ഷിയെല്ലാം ചത്തുപോകാൻ കാരണം എടുത്ത് സീനാണ് ഈ ടവറല്ലോ. ടവറിന് നല്ല റേഡിയേഷൻ ഉണ്ടാവൂലേ? മണ്ടന്മാര് ഫാമിന്റെ ഉള്ളിൽ ഇത് ശരിക്കും വൈൽഡ് ലൈഫ് അല്ലടാ. ഇവിടെ കൊണ്ടൊരു ടവർ പണിതിട്ടുണ്ടെങ്കിൽ പക്ഷേ ഇവിടെ നാട്ടുകാർ താമസിക്കുന്നുണ്ടാവും. അതാണ്, ഇവിടെ കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ടേക്ക് വണ്ടിയൊന്നും വരൂല. ഇതല്ലേ വഴി, വണ്ടിയെല്ലാം വരുന്നുണ്ട്, ഫാമിലെ വണ്ടി. അടി ഇവർക്ക് സ്വന്തമായിട്ട് സ്കൂളുണ്ട്, ആശുപത്രി ഉണ്ട്, എല്ലാ പരിപാടി ഉണ്ട്. ഫാമുകാർ ഭയങ്കര റിച്ച് ആണ്. അതെ, രണ്ട് വാക്ക് ഈ ഫാമിൽ എന്റെ ചെറുപ്പകാലം തൊട്ട് ഈ ഫാമിൽ വരുന്നൊരു മനുഷ്യനാണ്. പക്ഷെ ഇത്രയും സൗന്ദര്യമായിട്ട് എനിക്ക് ഇന്നൊരു തോന്നില്ല. ഈ മഴയാണ് ഫാമിനെ കളറാക്കുന്നത്. നോക്കിയാട്ടെ, ഫുള്ള് ഹരിതാപ, പച്ചപ്പില്ലാത്തൊരു സ്ഥലം. നീ ഒരുപാട് പണിയുന്നുണ്ടല്ലോ ഗൈസ്. നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാറുണ്ട് ഗൈസ്. എനിക്ക് പിന്നെ ഇങ്ങനെ ഫോറസ്റ്റിലേക്ക് പോകുന്ന ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. അത് ഇതേപോലത്തെ ട്രക്കിംഗ് ബാൻഡെല്ലാം ഒരുപാട് കീശയും ഒരുപാട് ഇതിലാകെ താക്കോല് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളത് ഈ പോക്കറ്റിൽ ഐ തിങ്ക് ഇതിൽ പൈസ ഉണ്ട്. ഇത് കൊളംബിയൻ്റെ ട്രക്കിംഗ് പാൻറ്റാട്ടോ. ഇതിൻ്റെ അപ്പുറം തന്നെ ഒരു ജാക്കറ്റും കൂടി വരുന്നുണ്ട്. പക്ഷെ ജാക്കറ്റ് എൻ്റെ കയ്യിലില്ല. ആരും ചോദിക്കണ്ടല്ലോ, നമ്മളിങ്ങനെയല്ലേ എല്ലാത്തിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കാം. ഇത് ഇവിടെ ഒരു ജിബുണ്ട്. ഇതിലെന്താ ഉള്ളത്? ഓ, ഇതിലും പൈസ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ജിബ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ബാക്കിലൊക്കെ ഇത് ഒരു ട്രക്കിംഗ് പാൻറ് തന്നെയാണ് ഗായ്സ്. ട്രക്കിംഗ് പർപ്പസിന് ഉണ്ടാക്കിയൊരു പാൻറ്റാണ്. കൊളംബിയ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ഞാൻ ബ്രാൻഡെന്ന് വെറുതെ പറഞ്ഞ് ആളെ പൊക്കി ഞാൻ ഇങ്ങനെ എന്താ പറയുക പൊങ്ങച്ചം കാണിക്കുന്നതല്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കണ്ടന്റ് എടുക്കണ്ടേ, ഹുക്ക് കിട്ടണ്ടേ, ഹുക്ക് ആ ഹുക്ക് ക്രിയേറ്റ് ചെയ്യാണ് ഗൈസ്. നമുക്ക് ആ പുഴ സൈഡിലേക്ക് ഇറങ്ങിയാലൊന്ന്. ഗൈസ്, ഇനി വരുമ്പോൾ ഞാൻ ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടേക്ക് ചാടുന്നൊരു റീല് ഇൻസ്റ്റാഗ്രാമിൽ. ഗൈസ്, അഭിരാമ പാട്ടൊക്കെ പാടുന്നുണ്ട്. ഓ, നമുക്കങ്ങനെ പേടിയൊന്നുമില്ല ഗൈസ്. ഗൈസ്, ഇതേപോലെ ഒരു ഇതുവരെ ആരും കാണാത്ത ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ് ഗൈസ്. ഗൈസ്, അതിമനോഹരമായ വ്യൂ ഗൈസ്. അതെ അല്ലേ? രണ്ട് വാക്ക് സംഭവമാണ്. ഗ്രാമോത്സവമുണ്ട്. ഓ, ഒരു ചേട്ടൻ അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഒരാളെ കണ്ട നമ്മൾ. ആന വരുത്തുണ്ടല്ലോ ഇവിടെ? ആന ഡെയിലി കണക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ രാത്രി ആകുമ്പോൾ അല്ലേ? നമ്മൾ ഒരു സൗകര്യമില്ല. പിന്നെ 7 മണിക്ക് ശേഷം ആന വൈകുന്നേരം 7 മണിക്കാണോ? ഓ, അതിനുശേഷം ആനയായിരിക്കും അല്ലേ? ഇതുവരെ വിളിച്ചാൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. അങ്ങനെ അതുപോലെ സാഹചര്യമൊക്കെ വരും നമ്മൾക്ക്. ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ? ബുദ്ധിമുട്ട് ഇങ്ങനെ ചിലപ്പോൾ ആശുപത്രി പോകുമ്പോൾ തന്നെ ഇങ്ങനെ ആകുമ്പോൾ പണി വളരെ കുറവാണ്. പക്ഷെ അതിൻ്റെ ഈ ആനനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടല്ലേ? ഓ, അപ്പൊ ഈ ആന വന്നിട്ട് ഇടങ്ങാറാക്കലുണ്ടോ? നമ്മളെ സാധനം തെങ്ങും പിന്നെ കൃഷിയിടങ്ങളല്ലേ? ഓക്കെ. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ സംവിധാനം അതിന്റെ വേലിയും കാര്യങ്ങളൊക്കെ.
ചില സ്ഥലങ്ങളിൽ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. നമ്മളെ ഏരിയ മാത്രം ഇങ്ങനെ വിട്ട്. എവിടെയായിട്ട് താമസിക്കുന്നത്? എല്ലാം ഇവിടെ കുറച്ച് അപ്പുറത്തേക്ക് 9ാം ബ്ലോക്ക് വളാഞ്ചേരി 9ാം ബ്ലോക്കില്. ഓ കാളിക്കാർ റോഡ്. ഇപ്പൊ ഇവിടെ ആന വരുമോ? ആന വരവുണ്ട്. അത്യാവശ്യം പിന്നെ വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങി. ആന ഒന്നിനെന്തെങ്കിലും ചെയ്യോ? ആന വന്നാൽ തന്നെ ആന കുടിച്ചിട്ട് ഇറങ്ങാൻ തന്നെ മടിയാക്കും. ഒരു 5 മണി ശേഷം നമുക്ക് കടയിൽ പോകാം. വേറെ കടയില്ല, ഇപ്പോൾ അങ്ങോട്ട് പോകണം നമുക്ക്. എന്നൊരു അത്യാവശ്യം സാധനമാണെങ്കിൽ അല്ല പിന്നെ അങ്ങ് പോകേണ്ടി വരും. വളഞ്ചേരി കൺസറായപ്പോൾ അങ്ങ് പോകേണ്ടി വരും. അർജന്റ് ഇത് നമുക്ക് പൈസ കുറവാണെങ്കിൽ ഇവിടെ പോയിട്ട് അക്കരെ പോയിട്ട് മതി. ഈ പാലങ്ങൾ ഒരു വിഷയമാണല്ലേ? ആന വിഷയം നമുക്ക്. ചേട്ടന്റെ പേരെന്തേനു? എൻ്റെ പേര് രാജു. 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 ഓക്കെ ഓക്കെ. ഇത് യൂട്യൂബിൽ വരും കേട്ടോ. നമ്മളിങ്ങനെ വെറുതെ നമ്മളൊരു പ്ലാനും ഇല്ലാണ്ട് ഇങ്ങോട്ടേക്ക് വന്നിങ്ങനെ വീഡിയോ എടുക്കുന്നത്. അന്നേരമാണ് ഈ രാജു ചേട്ടൻ എന്ന് പറയുന്ന ഒരു ചേട്ടനെ നമ്മൾ കണ്ടത്. അപ്പോൾ ചേട്ടന് പറയാനുള്ള കുറേ എക്സ്പീരിയൻസ്, ആനനെ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ട് നമ്മളോട് കുറേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് ഇവരുടെ ഒരു ലൈഫ് അല്ലേ. എന്ത് പറ്റും ആർക്കും പറ്റും ഒന്നും ആർക്കും പറയാൻ പറ്റൂല. നമ്മുടെ സാഹചര്യമൊക്കെ അതുപോലത്തെ സാഹചര്യം. അതെ അല്ലേ. സാഹചര്യം വളരെ ബുദ്ധിമുട്ടാണ് ഗൈസ്. അതിനെ അപേക്ഷിച്ച് നമ്മളൊക്കെ എത്രയോ സേഫാണ് ഗൈസ്. ഇവർ ഈ ഫോറസ്റ്റിൽ ജീവിക്കുന്നവരുടെ കാര്യം നമ്മൾ കണ്ടിട്ടില്ല എന്ന് നടിക്കുന്നത് വളരെ മോശമാണ് അല്ലേ. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും സപ്പോർട്ട് കിട്ടലുണ്ടോ? സപ്പോർട്ടും ഇല്ല. ഗാനം വരും, ചിലപ്പോൾ പോസ്റ്റ് വരും, ചിലപ്പോൾ അത്യാവശ്യം വരും. അല്ലെ പിന്നെ കണക്കായാലും കൃഷിയിടങ്ങളൊക്കെ നമ്മുടെ ജീവിതമാണ് കരുതയുള്ളൂ. അവിടെ പിന്നെ 10 ഒരാൾക്കാരുടെ ചിലപ്പോൾ തെങ്ങ് കുറവായിരിക്കും, വേറെ വരുമാന മാർഗ്ഗമില്ലല്ലോ, പണി കുറവ്. അങ്ങനെ സാഹചര്യം വരുമ്പോൾ നമുക്ക് പിന്നെ പുറത്തേക്കും പണിക്ക് പോലെ നടക്കൂലല്ലേ. ചിലപ്പോൾ രാവിലെ ചില ആൾക്കാരൊക്കെ ഓടിയിട്ടുണ്ട്. രാവിലെ നേരം വേണ്ടേ ആ സമയത്ത് അങ്ങനെയൊക്കെ. കടുവയോ പുലിയോ അങ്ങനെയുള്ള വൈൽഡ് ആനിമൽസ്? പക്ഷെ അത് ആനയാണ് മെയിൻ ആയിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ. ആന പുലിയും കടുവയൊക്കെ ഉണ്ട് ഇവിടെ? പുലിനെ കാണുന്നില്ല. വിഷയം ഇത് തന്നെയാണ്. അപ്പോൾ ഓക്കെ. അങ്ങനെ നമ്മളെ ആന വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിട്ടൊന്നുമില്ല. എന്നാലും സേഫ്റ്റിക്ക് നമ്മൾ തിരിച്ചു പോകല്ലോ ഉണ്ണിച്ചാ. അതെ അതെ, അതാണ് നല്ലത്. മഴയും വരുന്നുണ്ട്, നനയാൻ കഴിയില്ല. അതുകൊണ്ടല്ലാണ്ട് ആനേനെ പേടിച്ചല്ല. അതെ അതെ. അടിപൊളി പോയി കേട്ടോ. ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് അവർ ഫുഡെല്ലാം കഴിച്ച് അവർ പോയി. നല്ല ഇല്ല, അവരങ്ങോട്ടേക്ക് ബൈക്കും കൊണ്ട് പോയിട്ടുണ്ട്. ഇതേടി അങ്ങോട്ട് വന്നേ? അതിലും വഴിയുണ്ടോ? ഓ, നമ്മൾ അതിലാണ് വന്നത്. ഇതാണ് ശരിക്കും ഉള്ളിലേക്ക് പോകുന്നത്. പിന്നെ അതില് നല്ല കിടുന്നുണ്ട് ഹൈവേ. അതങ്ങ് ഉള്ളിലെത്തും ഫാമിന്റെ. അവിടെ മറ്റേ മീൻമുട്ടിയൊക്കെ ഉണ്ട്. വെള്ളച്ചാടാലും നീ കണ്ടില്ലേ? എടാ ഇല്ലടാ, ഞാൻ ഇതുവരെ മീൻമുട്ടിയൊന്നും പോയില്ല. നീ ഇവിടെ തന്നെ താമസിക്കുന്നത്? അടോ ഞാൻ ഇവിടെ തന്നെ താമസിക്കുന്നു. മീൻമുട്ടിയിൽ ഒരു ദിവസം പോകണം. ഞാൻ കുറേ ആൾക്കാർ സ്റ്റാറ്റസ് എല്ലാം ഇട്ടാണ്ടിന്. അതേപോലെ ഞാൻ പോകാത്തൊരു സ്ഥലം എവിടെയോ? മാലൂര് മലേന്റെ മേലെ. ഏത് പാലാച്ചി പറയോ? എടാ അവിടെയും ഞാൻ ഇതുവരെ പോയില്ല കേട്ടോ. അവിടെ പോയിട്ട് കുറെ ടീം ടെന്റൊക്കെ അടിച്ചിട്ട് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്യലുണ്ട്. ഇല്ലാത്ത വ്യൂ ആടാ. മഴ പെയ്ത് കഴിഞ്ഞാല് അവന്മാരൊക്കെ പറയുന്നത്. ഞാൻ അതിന്റെ ഫസ്റ്റ് സെക്കൻഡിൽ കയറി, തേർഡിൽ കയറില്ല. തേർഡിലാണ് വ്യൂ. ഓഫ് റോഡ് അല്ലേ കുറച്ച്? ഫുള്ള് ഓഫ് റോഡ്. ശിവപുരത്തുനിന്നല്ലേ കേരളം അങ്ങോട്ടേക്ക്? ശിവപുരത്തുനിന്നല്ല, നമ്മളെ ടീക്കപ്പാലം കഴിഞ്ഞ് അരങ്ങോട്ട് പോയാലെത്തൂല. അരുട്ടി നാട്. അരുട്ടി നാട് കഴിഞ്ഞാൽ വാളന്നെ പാറ പാലേച്ച് പാറ. അതിലേം കയറാം, അല്ലാണ്ട് നമുക്ക് മാലൂരിന്നും കയറാം. ഗൈസ് എനിക്കൊരാഗ്രഹം. ഇതിന്റെ മേലെ ഭാഗത്തുള്ളതാണ്. അതെ, എനിക്ക് ഇതിന്റെ മുകളിൽ താഴത്തേക്ക് ചാടണം എന്നുള്ളത്. എനിക്ക് തോന്നുന്നൊരു 10-13 മീറ്റർ ഹൈറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇതാ ഇതിന്റെ മുകളിൽ കയറി നിൽക്കുക, എന്നിട്ട് നേരെ താഴത്തേക്ക് ഒരു ചാട്ടം. ചുഴിയുണ്ട്, പക്ഷെ സീനില്ല. സൈഡിലേക്ക് എങ്ങോട്ടെങ്കിലും പോവാം. പക്ഷെ ഇവൻ പറഞ്ഞു ഓരോ നെഗറ്റീവ് പറഞ്ഞിട്ട് തന്നെ പിന്തിരിപ്പിക്കുന്നത്. അതെ അതെ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് ഗൈസ്. മഴയൊന്നും പെയ്തില്ല, നല്ല ക്ലൈമറ്റ് ആണ് ഇന്ന്. അതെ ഗൈസ്, നല്ല പഴക്കമുണ്ട് ഗൈസ് ഈ പാലത്തിനൊക്കെ. ബ്രിട്ടീഷുകാർ പണിത ഫോട്ടോ വരുന്നു. ബ്രിട്ടീഷുകാർ പണിത പാലത്തിനില്ലേ അതൊരു ക്വാളിറ്റി ഉണ്ടാവും. ഇരട്ടിപ്പാലാണ് ബ്രിട്ടീഷുകാർ പണിതത് ഗൈസ്. ഇവിടെ ഒരു ചെറിയൊരു ടൗൺ ഉണ്ട് ഗൈസ്. നമ്മളെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്, നമുക്ക് പോയാലോ വിളിച്ചോ. ഈ കാണുന്ന വെൽക്കം ബോർഡും അതേപോലെ ഈ വൈറ്റും മാറ്റും കൂടി ഇപ്പം മനോജ് റോഡ് കൊണ്ടുകൊടുക്കണം. കൂടെ ഉള്ളത് റിയാനാണ്. പൂട്ടി കഴിഞ്ഞോ ഗൈസ്? അരമണിക്കൂറായി ഇവനൊരു ലോക്ക് പൂട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നത്. തുരുമ്പിടിച്ച് ഗൈസ്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇട്ടത് ട്രാക്ക് സൂട്ടും ഒരു ടീഷർട്ടുമാണ്.
ഇവൻ പാൻറ്റും ടീഷർട്ടെല്ലാം ഇട്ട് വന്നിന്. എന്തിനാന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇയാളത് ബിരിയാണി ഇട്ടുവന്ന്. എൻ്റെ ഇത് ഒന്നുമില്ല, ചിരി ആറാ, ചിരി നോക്കറാ. അങ്ങനെ ഞാനും റിയാനും ചായ പിടിക്കാൻ വന്നിട്ടുള്ളത്. റിയാന് പൊറോട്ട വേണമെന്ന് പറഞ്ഞു. ഓരോന്ന് വേണ്ട. ആ ഗ്രേവി വേണോ? ബീഫിൻ്റെ ബീഫിൻ്റെ ഗ്രേവി ഉണ്ടേ. ബീഫിൻ്റെ ഗ്രേവി കറി. അങ്ങനെ പമ്പിൽ നിന്ന് 110 രൂപയ്ക്ക് പെട്രോൾ അടിക്കുന്നതാണ്. അടിച്ച് ഉപ്പ് പറയാനേ. ഓ പൊളിക്കല്ല, എന്നാ ഓടിച്ചോ, ഒട്ടതിരിക്കാൻ. ഗായ്സ് ഞാനും അനിയത്തിയും കൂടിയിട്ട് എവിടെ വന്നേ? ഇവൻ്റ് വർക്കിന് വന്നതാണ് ഗായ്സ്. വർക്കൊക്കെ കഴിഞ്ഞു. പക്ഷേങ്കിൽ ഇവിടെ മഴ കാരണം നമ്മളിവിടെ പോസ്റ്റ് ആയിട്ടുള്ളത് ഗായ്സ്. നാട്ടിൽ നല്ല മഴയാണ്, നല്ല ചളിയായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ. അല്ലേ, ഇനി നമുക്ക് എവിടെ പോകണ്ടേ? എന്നെ ക്ലോത്തിങ്ങിലോ എന്താ വേണ്ടേ? ഡ്രസ്സല്ലേ, എൻ്റെ വക ഫുൾ ചിലവ്. ഓക്കെ ഗായ്സ്, അങ്ങനെ നമ്മളിപ്പം കൊട്ടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേളൊക്കെ എത്തിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ ട്രാഫിക് തുടങ്ങി ഗായ്സ്. പോലീസ് സ്റ്റേഷൻ്റെ എവിടെയോ ഗായ്സ്? ഇന്ന് ഞായറാഴ്ചയാണ്, അതിൻ്റെതായ തിരക്കുണ്ട് ഗായ്സ്. ഇവിടുന്ന് ഇനി ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉണ്ട്. 8 കിലോമീറ്റർ ഇതേപോലെ ബ്ലോക്ക് ആയിരിക്കും ഗായ്സ്. ഓരോ ആൾക്കാരൊക്കെ കുത്തിക്കയറ്റി പോകുന്നുണ്ട്. അഭിരാമിൻ്റെ കൂടെയാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇപ്പം നമ്മൾ കറക്റ്റ് ഇങ്ങനെ കൊട്ടിയിൽ വെയിറ്റ് ചെയ്യാണ്. 2-3 ഫ്രണ്ട്സ് വരാണ്ട് ഗായ്സ്. ഇവിടെ 1 ബ്ലോക്ക് ആട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല റഷ് ഉണ്ട് ഗായ്സ്. ഇപ്പോഴാണ് ഇവിടുത്തെ ബ്ലോക്കെല്ലാം ഒന്ന് ക്ലിയർ ആയത്. ഇത് കൊട്ടിയിലേക്ക് പോകുന്ന റൂട്ടാണ് ഗായ്സ്. അങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്, അങ്ങോട്ടേക്കാണ് കൊട്ടിയിൽ വരുന്നത്. അവിടെ ഇവിടുന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട്? ഒരു 8 കിലോമീറ്റർ ഇല്ലേ? 8-9 കിലോമീറ്റർ ഉണ്ട് ഗായ്സ്. ഇന്ന് ഞായറാഴ്ചയാണ്, അപ്പോൾ എല്ലാവരും വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും അമ്പലത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് എന്തോന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്ന കേട്ടോ. ഇത് കണ്ടോ, ബസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, കർണാടക ബസ്സാണ് ഈ ഗായ്സ് ഈ കാണുന്നത്. ആരെങ്കിലും ഉണ്ടോ? ആരും നോക്കുന്നൊന്നുമില്ല. നിങ്ങൾ അവിടെ കാണുന്ന ആ മല കണ്ടോ? ആ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന അതാണ് നമ്മുടെ ഏലപ്പീടിയ പുല്ലുമല ഗായ്സ്. ഇപ്പോൾ ഉള്ളത് കേളകം ടൗണിലാണ് ഗായ്സ്. നമ്മളങ്ങനെ 2-3 ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയുള്ള കുറച്ച് ഫ്രണ്ട്സ് ആട്ടോ. ഇവരൊക്കെ കൂടിയിട്ടാണ് ഇന്ന് നമ്മളിന്ന് ജസ്റ്റ് അവിടെ പോകുന്നത്, കൊട്ടിയൂർ അമ്പലത്തിലേക്ക്. അപ്പോൾ ഒരു വണ്ടിയും കൂടി വരാനുണ്ട്. ആ വണ്ടി വരാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ് ഗായ്സ്. ഞാനാണെങ്കിൽ ഷൂ ഒക്കെ ഇട്ടിട്ട് ഇറങ്ങിയത് ഗായ്സ്. ഷൂ, പിന്നെ ഈ കാർഗോ പാൻറ്, സർപ്പസ് ഷർട്ടെല്ലാം ഇട്ടിട്ടാണ് ഇറങ്ങിയത് ഗായ്സ്. ഈ ഒരു കോസ്റ്റ്യൂമിൽ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. എനിക്കുള്ളത് ഇതേപോലത്തെ ഒരു ബ്ലാക്ക് മുണ്ട് വേണമെന്നുള്ള മൂഡിലാണ് ഗായ്സ്. നല്ല മഴ പെയ്യുന്നുണ്ട് ഗായ്സ്. അതിനിടയ്ക്ക് നമ്മൾ കോട്ടൊക്കെ മാറ്റി ഇങ്ങനെ ഒരു പുതിയൊരു റൈഡ് പ്ലാൻ ചെയ്യുകയാണ് ഗായ്സ്. നല്ല മഴയുണ്ട് ഗായ്സ്, മഴയത്ത് സീനാണ് ഗായ്സ്. ഞാനാണെങ്കിൽ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് വന്നത് ഗായ്സ്. ഷൂ ഇട്ടിട്ട് ഒരു മൂഡ് കിട്ടുന്നില്ല. എന്താണ് പറയാനുള്ളത് താങ്കൾക്ക്? കുറച്ച് സൗണ്ട് പറയണം മിസ്റ്റർ. അതെ അല്ലേ ഗായ്സ്, മേലയിൽ നല്ല ആസ്പെക്ട് ഹൗസ് ആയതുകൊണ്ട് നല്ല നോയ്സ് ഉണ്ട് ഗായ്സ്. ഞാൻ ഇന്ന് റൈഡ് ചെയ്യാൻ പോകുന്ന മൂഡ് ഇങ്ങനെയാണ് ഗായ്സ്. മറ്റേ പ്ലാസ്റ്റിക് എല്ലാം ഇട്ട് മൂടിയിട്ടുണ്ട്, കണ്ണട ഇട്ടിട്ടുണ്ട് ഗായ്സ്. കൂടെ ഉണ്ണിച്ചനുണ്ട് ഗായ്സ്. ഉണ്ണിച്ചന് കണ്ണട ഒരു പറയൂല, നമുക്കൊരു പറയൂല ഗായ്സ്. ഇവനാണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടൊന്ന് പോസ്റ്റ് ആക്കിയിട്ടുള്ളത് ഗായ്സ്. നല്ല മഴയാണ് ഗായ്സ്. അപ്പോൾ നമ്മളെ റൈഡ് പിന്നെയും കണ്ടിന്യൂ ചെയ്യുകയാണ് ഗായ്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ വീഡിയോ മസ്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക ഗായ്സ്. ഷൂ നനയുന്നതുകൊണ്ട് ഞാൻ ഈ ഷൂ വണ്ടീൻ്റെ ഡിക്കിയിൽ സേഫ് ആക്കിയിട്ടുണ്ട് ഗായ്സ്. എന്റെ വീട്ടുകാർ തന്നെ വളരെ വലിയ ഫാനാണ്. ഒരു ഓട്ടോഗ്രാഫ്. ഓ സോറി ബ്രോ, ഞാൻ അങ്ങനെ ഓട്ടോഗ്രാഫൊക്കെ ഒന്നും കൊടുക്കാറില്ല. ഓട്ടോഗ്രാഫ് മിനിമം ഒരു 1 CR കിട്ടുവാണെങ്കിൽ കൊടുക്കാം ബ്രോ. ഓ ബ്രോ, സന്തോഷ് പാണ്ഡ്യ ആംസ്കില്ലറും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ബ്രോ. ആംസ്കില്ലർക്ക് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടില്ല ഗൈസ്. അതൊക്കെ അവിടെ വെക്കട്ടെ. അവിടെ നല്ല വെള്ളച്ചാട്ടമുണ്ട് ഗൈസ്. ഇവിടെ ഒരു ടീം തന്നെ ഉണ്ട്. ഐ തിങ്ക് 6 or 7 പീപ്പിൾസ് ആർ ഗൈസ്. ചേഞ്ച് ദ പ്ലാൻ. എന്താണെന്നറിയില്ല, പ്ലാന് നൈസായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. വെള്ളം അടിക്കുന്ന ആൾക്കാർ. ഓ ഗൈസ്, ഗൈസ് അവിടെ ഒരു ഗുഡ്സ് നിർത്തിയിട്ടുണ്ട്. ഗൈസ് ആർ വെരി നെഗറ്റീവ് ഗൈസ്. അവിടെ നല്ല വെള്ളച്ചാട്ടമുണ്ട് ഗൈസ്. നിങ്ങൾ കാണുന്നുണ്ടോന്ന് അറിയില്ല, നല്ല രീതിയിലുള്ള വെള്ളച്ചാട്ടമുണ്ട്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ കാലിൽ ചെരുപ്പില്ല ഗൈസ്. ചെരുപ്പില്ലാണ്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. ഞാൻ ഷൂ ഇട്ടിട്ടാണ് വന്നത്, കാരണം ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ്, ഇന്ന് ഇതുവരെ കാണാത്ത കുറേ മെമ്പേഴ്സ് ഇവിടെ ഹോൾഡ് ആയിട്ടുണ്ട്. ഇത് നമ്മളെ ബ്രോൻ്റെ ഒരു പ്രോപ്പർട്ടി ആട്ടോ. പ്രോപ്പർട്ടിയിൽ ഒരു ചെറിയൊരു വാട്ടർഫോൾ ഉണ്ട്. അപ്പം വാട്ടർഫോളൊന്നും അവൻ്റെ പ്രോപ്പർട്ടി അല്ല കേട്ടോ. അതിൻ്റെ സൈഡിലൂടെ പോകുന്നത് അത് സർക്കാരിൻ്റെയാന്ന് തോന്നുന്നു. വെള്ളം സർക്കാരിൻ്റെയാണ്. ആണല്ലോ ബ്രോ.
നമ്മളിങ്ങനെ പോവാണ് ഗൈസ്. ചെരുപ്പിടാണ്ട് നടക്കുന്നുണ്ട്. ബട്ട് എനിക്ക് ചെരുപ്പിടാണ്ട് നടക്കാൻ ഒരിക്കലും ഇഷ്ടമല്ല. ബട്ട് ഇന്നെന്താണെന്ന് അറിയില്ല, ചെരുപ്പിടാണ്ട് നടക്കുമ്പോൾ ആ ഒരു ഫീലിങ്സ് ഇല്ല ഗൈസ്. അവിടെ ഫാമിലി അല്ലേ? ഫാമിലി. എന്നാൽ നമുക്ക് തിരിച്ചു പോകാം ഗൈസ്. തിരിച്ചു പോകണമെന്നില്ല, നമുക്ക് ഇവിടെ നിൽക്കാം. നമുക്ക് മേലോട്ടൊക്കെ ഒന്ന് കയറിയാലോ? അവിടെ മേലെ കയറിയാലോ? പോരെയൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് മേലെ പോയാലോ? വേറെ ലൊക്കേഷനിലേക്ക് പോകും. ഗൈസ് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പൈപ്പ് കാണുന്നുണ്ടോ? ആ പൈപ്പൊക്കെ താഴേലേക്ക്, ഐ മീൻ ഇവിടുന്ന് ഒരു 5-8 കിലോമീറ്റർ താഴേലേക്ക് വാട്ടർ സപ്ലൈ ചെയ്യുന്ന പൈപ്പാണ് ഗൈസ്. മോട്ടറൊന്നുമില്ല, ഓട്ടോമാറ്റിക് അങ്ങനെയും പറയാം. നമ്മളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല വെള്ളച്ചാട്ടം ഉണ്ട് ഗൈസ്. അവിടെ കുറച്ച് ടൂറിസ്റ്റ് ഇങ്ങനെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. എൻ്റെ ബാക്കിൽ ഒരാളുണ്ട്. പക്ഷെ അതൊന്നല്ല ഹൈലൈറ്റ് ഗൈസ്, എൻ്റെ കാലിൽ ചെരുപ്പില്ല ഗൈസ്. ഞാൻ ഷൂട്ട് വന്നതുകൊണ്ട് ഷൂ ഞാൻ വണ്ടീൻ്റെ ഡിക്കിയിലിട്ടു. ഇല്ലെങ്കിൽ ആ ഷൂവിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കഴിഞ്ഞു പോകുന്നതായിരിക്കും ഗൈസ്. മേലെ കയറുമ്പോൾ കേട്ടോ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഗൈസ് മരമൊക്കെ പൊട്ടി പോകുന്നില്ല ഗൈസ്. അവിടെ വേറെ ആരും ഉണ്ട്. അയ്യോ, വേറൊരു കിടിലൻ മെമ്പർ ബ്രോ വെള്ളത്തിൻ്റെ നടുക്ക് നിങ്ങൾ കാണുന്നുണ്ടോ? ചെന്നൈക്ക് പ്രാന്ത് വേറെന്തൊക്കെ പറയല്ലേ. നമ്മൾ പ്ലാൻ പെട്ടെന്ന് പിന്നെയും ചേഞ്ചായി. നമ്മളിങ്ങനെ പോവാണ്. എല്ലാവരും ബാക്കിലായി ഗൈസ്. കാലിൽ ചെരുപ്പില്ല, അതാണ് ഏറ്റവും വലിയ വിഷയം. നമ്മളിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ഒരാളെ കണ്ടു ഗൈസ്. നിങ്ങളെവിടെയാ? എറണാകുളത്താണോ? എറണാകുളം എവിടെ? വരാപ്പുഴ. ഓ, ആ സ്ലാങ് കേട്ടിരുന്ന തന്നെ എറണാകുളത്ത് മനസ്സിലായി. അതെ അതെ. എവിടെയാ? ഉത്സവത്തിന് വന്നാണോ? ഓ, ഓക്കെ ഓക്കെ. വാ നമുക്ക് മേലെ പോവാം ഗൈസ്. ആ ബ്രോ എറണാകുളത്തുള്ളതാണ്. അല്ലേ? നമ്മളിവിടെ അടുത്ത് തന്നെയാ. ആ ഗൈസ്, ചളി വെള്ളം ഗൈസ്. ഇങ്ങനെ പോവാണ്. എങ്ങോട്ടേക്കാന്ന് അറിയില്ല. പീസ് മൈൻഡ് ബ്രോ. ഒരു അനാക്കോണ്ടേക്ക് വരണം അല്ലേ? ഒരു അനാക്കോണ്ട വരണം. അനാക്കോണ്ടിനെ കിട്ടിയാൽ പിടിച്ച് പൊരിക്കുന്ന മൂഡിലുള്ളത്. യാ ഗൈസ്, ഇത് കണ്ടോ? ഇതിലൂടെ വെള്ളം പോകുന്നുണ്ട്. താഴെ ആൾക്കാർ ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഐ മീൻ കുടിക്കാനൊക്കെ വരെ യൂസ് ചെയ്യുന്ന വെള്ളമാണ്. കാരണം കുറേ പൈപ്പ് പോകുന്നുണ്ട് ഗൈസ്. ഗൈസ് കാലൊന്ന് കഴുകാം. നല്ല തണുപ്പുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാന്ന് പോലും ആർക്കും അറിയില്ല ഗായ്സ്. നമുക്ക് പോലും അറിയില്ല. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് വന്നതാണ്. എൻ്റെ കൂടെ കുറേ ആൾക്കാരുണ്ട് ഗായ്സ്. അതെ അതെ, ഗൂഗിൾ മാപ്പിൽ വരെ ഈ ഒരു ലൊക്കേഷൻ ഇല്ല ഗായ്സ്. ചൂട് പഴംപൊരി കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിയാനെയും കൂട്ടിയിട്ട് കാക്കങ്ങാട് വന്നിട്ടുള്ളത് ഗായ്സ്. പഴംപൊരി കയ്യിലുണ്ട്. പക്ഷേങ്കിൽ ഹൈലൈറ്റ് അതല്ല, വീട്ടിൽ നല്ല ബീഫ് കറി ഉണ്ട്. അതിൻ്റെ അപ്പുറം മിക്സ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഴംപൊരി എടുത്തത്. പരിപ്പോടെ ഗായ്സ്. ഇക്ക നമുക്ക് പഴംപൊരി വേണ്ടേ? ഇപ്പൊ തരൂലേ? ഓ, എല്ലാം ലൈവ് ചൂട് കടി. അതെ ഗായ്സ്, പരിപ്പോടെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നല്ല ചൂട് പഴംപൊരി ചുട്ടിടാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇലയിൽ മടക്കിയിട്ട് ഞാനും റിയാനും പോയിട്ട് വീട്ടിൽ പഴംപൊരിയും ബീഫും കൂടി എങ്ങനെ തിന്നോ ഒന്ന് ഇത് കാണിച്ചേ, ഒരു എക്സ്പ്രഷൻ കാണിച്ചാൽ നമ്മൾ പഴംപൊരിയും ബീഫും എങ്ങനെ തിന്നാന്നല്ലേ തിന്നുമ്പോൾ കാണിച്ചിടാന്നാ. അതെ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് കാക്കയങ്ങാടാണ് ഗായ്സ്. അങ്ങോട്ട് പോയാൽ ഇരിട്ടിയാണ് വരുന്നത്. ഇത് നമ്മളെ സന്തോഷ് വെഡിങ് സെന്റർ. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ന്യൂ ലൈഫ് തട്ടാട് വരുന്നത് ഗായ്സ്. നല്ല ഫുള്ള് ചൂട് കടി, ലൈവ് കടിയാണ്. ചൂട് ദോശയുണ്ട്, ഓംലേറ്റ് ഉണ്ട്. ഞാൻ ഒരു വട്ടം ഇവിടെ വന്നിട്ട് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് ടൈമാണ് വരുന്നത് അല്ലേ? വ്ലോഗിൽ സെക്കൻഡ് ടൈമാണ് വരുന്നത്. ഓക്കെ, എന്താ പറയാല്ലേ?
നമുക്ക് വേണ്ട ചൂട് പഴംപൊരി ഇതാ ഇക്ക ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ ബോസ് കൊടുത്തു. ബോസേ നമ്മളിടണ്ടേ ചൂട് പഴംപൊരി റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ചായ വേണോ? ചായ വേണോ? വേണ്ടല്ലോ. നമ്മളെ പഴംപൊരി ഇങ്ങനെ മുരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ഇക്കാൻ്റെ പേര് നിൽക്കാം. ഇക്കാണ് നമ്മളെ കടീൻ്റെ സ്നാക്സിൻ്റെ സ്പെഷ്യൽ മേക്കർ. അല്ല ഇക്കാൻ്റെ പേരെന്നാ? സിറാജ്. എത്ര കൊല്ലായി ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ്? കുറവായി മീൻസ് എന്തായാലും 15 കൊല്ലോ ഗൈസ്. എന്നിട്ടാണോ ഇക്ക കുറവാന്ന് പറഞ്ഞത്? ഗൈസ് അവിടെ നല്ല ചൂട് ദോശയുണ്ട്, ഓംലേറ്റ് ഉണ്ട്, മേക്കർ ഉണ്ട് ബ്രോ. ഏതി ഗൈസ് എടുത്ത് മെയിൻ ഹൈലൈറ്റ് ആണ് ബീഫ്. ബീഫ് ഇവിടുന്ന് വാങ്ങിയാലോ? നമ്മൾ വീട്ടിൽ നല്ല ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനപ്പുറം കൂട്ടി പിടിക്കാനാണ് പഴംപൊരി. ആ അതിന് നമ്മൾ ചൂട് പഴംപൊരിക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നത് ഗായ്സ്. നമ്മളെ പഴംപൊരി ഇതാ എണ്ണയിൽ നിന്നും എടുത്തിട്ടുണ്ട് ഗായ്സ്. നമ്മുടെ പഴംപൊരി ഇക്ക അമ്മക്കൊരു 6 പഴംപൊരി വന്നിട്ടോ. അറിയാൻ എനിക്കെന്തെങ്കിലും വേണോ വേറെ എക്സ്ട്രാ? ചായ, കാപ്പി, കോഫി ഒന്നും വേണ്ട. പഴംപൊരി അങ്ങനെ പാഴ്സലായിട്ടുണ്ട്. അപ്പോൾ ഇക്ക നമ്മൾ പോട്ടെ. ബൈ ബൈ. ബോസ് വരുന്നേ. ഓക്കെ ഗൈസ്. അപ്പോൾ ലൊക്കേഷൻ ആരും മറന്നുകൊണ്ട. നമ്മുടെ സ്വന്തം കാക്കിയങ്ങാട് സന്തോഷ് വെഡ്ഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ന്യൂ ലൈഫ് തട്ടുകട. ലാസ്റ്റ് ഇങ്ങനെയാണ് ഗൈസ്.